അതെ, ആർക്കും വേണ്ടാത്ത 2-3 പഴം ഉണ്ടായിരുന്നു കേട്ടോ. ആർക്കും വേണ്ടാത്തതെന്ന് പറഞ്ഞാൽ തൊലി കറുത്താൽ പിന്നെ ആ പഴത്തിൻ്റെ അടുത്തേക്ക് ആരും പോകില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മുടെ മലബാർ സ്പെഷ്യൽ പഴംപൊരി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ 1 കപ്പ് മൈദപ്പൊടി, 1 കപ്പ് ചപ്പാത്തിപ്പൊടി, അതായത് ആട്ടുപൊടി കേട്ടോ, അതാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ മൈദപ്പൊടി ആഡ് ചെയ്യേണ്ടെന്ന് കരുതിയിട്ടാണ് ചപ്പാത്തിപ്പൊടി ആഡ് ചെയ്യുന്നത്. 1 നുള്ളു ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ആവശ്യാനുസരണം പഞ്ചസാര ആഡ് ചെയ്യുക. പിന്നെ ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കൈകൊണ്ടതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. പിന്നെ സോഡാപ്പൊടി നമ്മളിവിടെ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാണാൻ കുറച്ച് നല്ലൊരു കുട്ടപ്പനായി നിൽക്കണമെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടിയൊക്കെ ചേർക്കാം. പിന്നെ ദോശമാവൊക്കെ നിങ്ങൾ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു തവി എടുത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്തോളൂ കേട്ടോ. പക്ഷെ ഞാനിവിടെ ആഡ് ചെയ്യുന്നൊന്നുമില്ല. ഞാൻ എങ്ങനെയാണ് പൊതുവെ ഉണ്ടാക്കൽ അതാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ചൂടായ തിളച്ച എണ്ണയിലോട്ട് നമ്മുടെ പഴം മാവിലോട്ട് മുക്കിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതിന് കണ്ണൂർക്കാരൊക്കെ അധികം ബേക്കാച്ചി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പല വീഡിയോസിലൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പഴംപൊരി എത്ര കഴിച്ചാലും മടുക്കൂല കേട്ടോ. നമ്മൾ പിന്നെയും അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ പഴംപൊരിൻ്റെ കൂടെ നല്ല ബീഫ് ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്നും ട്രൈ ചെയ്ത് നോക്കോണ്ട്. അപ്പോൾ ഇനി നോമ്പൊക്കെ വരാൻ പോകുന്നത് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കോണ്ട് കേട്ടോ. നിങ്ങളും ഇതുപോലെ തന്നെയാണോ പഴംപൊരി ഉണ്ടാക്കാറ്? അത് മൈദപ്പൊടി ഒറ്റയ്ക്ക് യൂസ് ചെയ്തിട്ടാണോ എങ്ങനെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സേവ് ചെയ്ത് വെച്ചോ, ആവശ്യം വരും. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.